അപ്പോഴിതാ നമ്മൾ വന്നപ്പോൾ വഴിയിൽ ഒരു ചെടി കിടക്കുന്നു. ശവംനാറി വിൻകാ റോസ് എന്നൊക്കെ പറയുന്ന ചെടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. മഞ്ഞയും പച്ചയും കൂടെ ചേർന്നൊരു കളറുണ്ട്. ഇതുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ. എല്ലാ കൂട്ടുകാർക്കും സൈക്കോ സുഷിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഞങ്ങളുടെ സ്വന്തം നാടായ കുളുമാത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ പ്ലാന്റ്സ് കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു വീഡിയോ കാണിച്ചു തരാം. എന്തിനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഇത് കുളുമാത്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മളെ മേലിൽ കയറി പാറമുകളിലോട്ട് കയറി പോകുന്ന വഴിയാണ് കേട്ടോ. ആ വഴിയുടെ സൈഡിലാണ് നമ്മുടെ ഈ വീട്. ഇതാണ് നമ്മുടെ പഴയ വീട് കേട്ടോ. ഇത് വീടിൻ്റെ ബേക്ക് ഭാഗമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ബേക്ക് ഭാഗത്ത് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതാ ഇതിപ്പോൾ ഇങ്ങനെ കാട് കയറി കിടക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളോട് താമസമൊന്നുമില്ല, തോന്നെ നാളായി വന്നിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതാ കാണുന്നുണ്ടോ, ഈ ഫുൾ ചെടിയൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കാണുന്നത് കേട്ടോ. ഇതെല്ലായിടത്തും ഇപ്പോൾ അങ്ങനെ കാണാനില്ല ഈ ഫുൾ ചെടിയൊക്കെ. അതായത് കണ്ടോ, പിന്നെ ഊളം താമര എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതാണ് ഈ നിൽക്കുന്നത്. പിന്നെ കൊന്നയാണ് ഈ നിൽക്കുന്നത്, കൊന്ന. നമുക്കിതൊന്നും നമുക്ക് ചെടിയായിട്ട് വേണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം കാണിച്ചു തരാവുന്ന ഒരു ഐറ്റം ഇതാണ്. ഇത് കണ്ടോ, നിങ്ങൾ ഒരുപാട് രൂപ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഐറ്റം സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. മറ്റേ ഒരു മഞ്ഞയും പച്ചയും കൂടെ ചേർന്നൊരു കളറുണ്ട്. ഇതുണ്ട്. അപ്പം ഭാവിച്ച് അതിൽ നിന്നൊരു തൈ എടുക്കാൻ പോകണം. ഭാവിച്ച് എടുത്ത് ഭാവിച്ച് അപ്പം അതാ ഫോൺ ഞാൻ കൈമാറുകയാണ്. ഞാൻ എടുത്തോളാം. ചെറിയൊരു തൈ നോക്കിയിട്ട് ദാണ്ട് ഇവിടെയൊക്കെ ചെറുതുണ്ടല്ലോ. ദാണ്ട് ഇങ്ങോട്ടൊക്കെയാണ്. ഇവിടെ ഒരു കുഞ്ഞ് തൈ ഇതിൽ നിന്ന് എടുക്കാം. ഇത് ഓൺലൈനിലൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ 250 രൂപ എന്തോണം കിടക്കുന്നത്. ഇത് പിന്നെ ഇതാ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. എത്ര പറിച്ച് കളഞ്ഞാലും പിന്നെയും പിന്നെ ഇത് ഇവിടെ നിറച്ച് കാണും കേട്ടോ. നല്ലൊരു മതിൽ പോലെ നിൽപ്പുണ്ട് കേട്ടോ. അത് മതി. ഒരു തൈ നമ്മൾ അതെടുത്തിട്ടുണ്ടേ. ഇതെടുത്തു. അടുത്ത് നമ്മൾ കണ്ടത് കാട്ടിൽ തന്നെ കിടക്കുന്ന ഒരു തുളസിയാണ് കേട്ടോ. ആ തുളസി നമ്മൾ ഒരെണ്ണം എടുത്തു കേട്ടോ. തുളസി, കൃഷ്ണ തുളസി എന്നാണ് നമ്മളിവിടെ പറയാം. നമ്മളിങ്ങനെ പോവേണേ, എവിടെയെങ്കിലുമൊക്കെ ചെടി ഉണ്ടോ എന്ന് നോക്കി. ഈ പാറയിലൂടെയാണ് കയറേണ്ടത്. ഇതാ കയറി നമ്മളിതാ വരുമ്പോഴത്തേക്കും ഇതാ ഒരു ഐറ്റം നിൽക്കുന്നു. നമ്മുടെ അട്ടനാറി, ശവംനാറി, വിൻകാ റോസ് എന്നൊക്കെ പറയുന്ന ചെടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. പൂവ് അതിൻ്റെ വൈറ്റ് പോയി വേറെ ചെടിയെല്ലാം ഉണ്ടോന്ന് നോക്കാം. അപ്പോഴിതാ നമ്മൾ വന്നപ്പോൾ വഴിയിൽ ഒരു ചെടി കിടക്കുന്ന കേട്ടോ. ഇത് നമ്മുടെ ഇത് കാട്ടുചെടിയല്ല, ഇത് നമ്മുടെ 10 മണിയാണ് കേട്ടോ. ഇത് മുകളിലത്തെ അമ്മച്ചി നട്ടത് എനിക്ക് തോന്നുന്നു. അത് മഴയത്ത് എങ്ങനെയോ ഇവിടെ വന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ വഴിയിലാണ് കിടക്കുന്നത്. അവിടെ ഇത്തിരി ആ പാറയിലൊരു ഇത്തിരി മണ്ണുണ്ടായിരുന്നു. ആ മണ്ണിലിതാ ഇത് കിടക്കുന്നുണ്ട് കേട്ടോ. അതും നമ്മളെടുത്തു. കളർ എന്താണെന്ന് അറിയില്ലല്ലേ, റോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാ വീട്ടിൽ നിന്ന് എങ്ങനെയോ വന്നതാണ് കേട്ടോ. അവിടുന്ന് വന്ന് വഴി കിടന്നതാണെന്ന് തോന്നുന്നു. അടുത്ത ചെടികൾ നോക്കി ചേട്ടാ ഇങ്ങനെ നടക്കണേ. ഇവിടെ എവിടെയെങ്കിലും ചെടികളുണ്ട്. ഇനി ഒരു വെറൈറ്റി ഒരു ചെമ്പരത്തി ഉണ്ട് കേട്ടോ, അതെടുക്കണം. ഇനി ഒരു ഐറ്റം എന്ന് പറയുന്നത് കാക്കപ്പൂ. ഇത് കാക്കപ്പൂ അല്ല, ഇതിനെ വേറൊരു പേരാണ് പറയുന്നത്. കാക്കപ്പൂവിൻ്റെ ഒരു വലിയ പൂ ഉണ്ടല്ലോ, അതിനൊരു വേറൊരു പേരാണ് പറയുന്നത്. അതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും ഇതാണ് കാക്കപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ ഉണ്ട് കേട്ടോ. പൂ അണിച്ചണേട്ടാ, പൂ അണിച്ചണത്തി പറിച്ചെടുത്താലും മതി. അതുകൊണ്ട് ഇത് കണ്ടോ. പക്ഷേ ഇതിന് വേറൊരു പേരാണ് പറയുന്നത്. ഞങ്ങളിവിടെ എല്ലാവരും നാട്ടിൻപുറങ്ങളിൽ ഇതാ ഈ പൂവിനെയാണ് കാക്കപ്പൂവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പിന്നീട് വീഡിയോയിലൊക്കെ നോക്കിയപ്പോൾ കണ്ട് ഇതിൻ്റെ ചെറിയ ഐറ്റം ഉണ്ടല്ലോ, അതാണ് എല്ലാവരും കാക്കപ്പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേറെന്തോ പേരുണ്ട്, പേരെനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരറിയാവുന്ന കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല രസമാട്ടോ ഇതിൻ്റെ പൂ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു കമ്പ് എടുക്കുകയാണേ. അതവിടെ നല്ല കാട് പോലെ കിടപ്പുണ്ട് കേട്ടോ. നല്ല രസമല്ലേ. ഒരു കുഞ്ഞ് കമ്പ് കൂടി ചേട്ടൻ എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ തണ്ട് നട്ടാൽ മതി കേട്ടോ, അത് പൊടിപ്പ് വരും. ഇതിന് ചെറുതാക്കണ്ടേ, വീട്ടിൽ പോയിട്ട് ചെറുതാക്കാമല്ലേ, വീട്ടിൽ പോയിട്ട് ചെറുതാക്കാമേ. ഇനി ദോ നിൽക്കുന്ന പൂവുണ്ടോ, ചെമ്പരത്തി. നല്ല ഇളം ഓറഞ്ച് കളർ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെമ്പരത്തിയാണ് കേട്ടോ. നല്ല രസം, അടുക്ക് ചെമ്പരത്തിയാണ്. അതിൽ നിന്നും കൂടി ഒരു കമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയാണ്. എൻ്റെ പൂ ഞാൻ കാണിച്ചു തരാം. അത് തിരിച്ചു തരാൻ പറ്റും? ആ ഓക്കെ, കണ്ടല്ലോ എൻ്റെ പൂവ്. സൂപ്പറാണ് കേട്ടോ എൻ്റെ പൂ, നല്ല ഭംഗി. ഇതൊക്കെ മീനുകുട്ടിയുടെ കഞ്ഞിയും കറിയും കളിച്ചുകൊണ്ടിരുന്ന ചെടികളാണ്. അപ്പോൾ അതും നമ്മളെടുത്തേ. ഈ മഴ പെയ്ത് വെള്ളമൊക്കെ വീണ് നല്ല തെറ്റലുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ വഴി. അപ്പോൾ ഈ വഴി കൂടെ ശുദ്ധമായ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധമായ വെള്ളമാണ് കേട്ടോ.
അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വേണോ? എന്തുവാ നമ്മുടെ ഇതല്ലേ ഇത് മറ്റെന്തര മുള്ളു എന്തരി വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായി. അത് വേണ്ട. കള്ളിമുള്ളു ചെടി. ഇതാ കള്ളിമുള്ളു. ഓൺലൈനിൽ നല്ല റേറ്റ് ആണ് കേട്ടോ. ഒരു മൂട് എനിക്ക് നട്ടുകൂടെയായിരുന്നു. 250 റേറ്റ്. എടുക്കണോ? വേണ്ട വേണ്ട. പിന്നെ ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെയൊക്കെ ഉള്ള ദിവസം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൊതു പിടിച്ച. അപ്പോൾ ഇനി അടുത്ത് നമ്മളത് പോകുന്നത് താഴോട്ടാണ് കേട്ടോ. താഴോട്ട് നമുക്കൊന്ന് പോയി നോക്കാമേ. താഴോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചെടി കിട്ടുമോ നോക്കിയിട്ടില്ല. അതാ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇത് സാധാ ചെമ്പരത്തിയാണേ. ഇനി അതല്ലാതെ നമ്മളിവിടെ ഒരു ചെമ്പരത്തി വേറെ ഞാൻ കണ്ട. ഇത് മുള്ളാക്ക ചെമ്പരത്തി എന്നാ പറയണം. അങ്ങനെ എന്നെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അയ്യോ ഏല സാരമില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുണ്ടോ ഇന്ന് കുറച്ച കാടുകളാണ്. കാടല്ല ചെടികളാണ്. ഇവിടെ കോലഞ്ചി ഒരുപാട് കിടപ്പുണ്ട്. ഒരു സാധനം കൂടെ നമ്മൾ നോക്കിയാൽ നിങ്ങളത് കണ്ട ഈ കിടക്കുന്നത് ഈ ഐറ്റമാണ് നിങ്ങൾ നേരത്തെ നമ്മൾ കാണിച്ചു തന്ന ഐറ്റം. സ്നേക്ക് പ്ലാന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ്. കാട്ടുതെറ്റിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതാ നല്ല കളറായിട്ടോ. കാട്ടുതെറ്റിയാണെങ്കിൽ ആ പൂ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അത് നമ്മൾ എടുക്കുകയാണേ. നമ്മളിതും കൂടെ എടുക്കുകയാണ്. ഞാൻ ഫോൺ പിടിക്കാം. പിഴുത് വന്നെങ്കിൽ ആ വേരൂടെ കിട്ടി. പക്ഷെ നല്ല കളറാട്ടോ. നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ആ കളർ മനസ്സിലാവണമെന്ന് എനിക്ക് മൂട്ടിലെ മണ്ണൊന്ന് അനക്കി വെക്കണം, ഇളക്കി വെക്കണം. നല്ല ഉറപ്പുണ്ട് കേട്ടോ. പക്ഷെ മൂടോടെ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. വലിയ ചെടിച്ചട്ടിയിൽ നമുക്ക് നിർത്തി വെക്കാം. നല്ല കളർ, കടും ചുവപ്പല്ലാത്തൊരു കളർ കേട്ടോ. നോക്കട്ടെ എടുക്കാൻ പറ്റുമോ. ഇവിടെ തെറ്റി കിട്ടിയേ, പക്ഷേ പൂവില്ലാത്ത തെറ്റിയാണ് കേട്ടോ കിട്ടിയത്. പൂവോട് കൂടി ഉള്ളത് നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ നീ എവിടെ നിന്നോ പൂവേ. കണ്ടോ നല്ല ഭംഗിയല്ലേ. ഇതുണ്ടോ ഈ കാട്ടി കിടക്കുന്നതാണ് കേട്ടോ. ഇത് കേട്ടോ, ഇത് കാട്ട് തെറ്റിയാണ്. ഇത് ചുമന്ന കളറാണ് കേട്ടോ. ഇത് നമ്മുടെ അവിടെ ഉള്ളത് തന്നെയാണ്. ഇത് നല്ല ചുവപ്പാണ്. പക്ഷേ വീഡിയോ കൂടെ നിങ്ങൾക്ക് ആ ഒരു കളർ അറിയാൻ പറ്റുന്നെങ്കിലും ഇത് നല്ല ചുവപ്പാണ്. പക്ഷെ അത് നല്ല വെറൈറ്റി കളറാണ് കേട്ടോ. ഇത് നമ്മൾ എടുക്കുന്നില്ല. ഇത് നമ്മളേലുണ്ട്. നമ്മൾ വേര് പിടിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. നമുക്ക് നടാനായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഈ തെറ്റി നമ്മൾ എടുക്കുന്നില്ല. പറഞ്ഞ വഴിക്ക് കണ്ടത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കുറ്റി ഇലച്ചെടിയാണ് കേട്ടോ. അതായത് നോക്കി. പക്ഷേ ഇത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വച്ചാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു മൂട് എടുത്താലോ എന്ന് ആലോചിക്കുന്നു. ഇത് കണ്ടോ, ഇത് സാധാരണ നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ ഉള്ളതല്ല. അതായത് കണ്ടോ അല്ലേ, അടിപൊളിയല്ലേ. നമുക്ക് കുറ്റി ചെടിയാക്കാം. അപ്പോഴേ നമ്മൾ പിന്നെന്താ നടന്നിങ്ങനെ പോവുകയാണ്. നമ്മളിങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാടും പടലും പുളിമാത്ത് വീട്ടുപറമ്പിൽ നിന്നും കിട്ടിയ ചെടികളാണോ കേട്ടോ ഇതൊക്കെയെന്ന് പറയുന്നത്. ഇതിപ്പോൾ അന്യമായി കൊണ്ടിരിക്കുന്ന കുറേ ചെടികളുണ്ട്. എട്ടനാറി, പിന്നെ കാക്കപ്പൂ, ഞാൻ കാണിച്ച ഒരു മോഡലാണ്. അതിൻ്റെ പേരെനിക്കറിയില്ലെങ്കിലും പിന്നെ സ്നേക്ക് പ്ലാന്റ്, ഇതൊക്കെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള തെറ്റി. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് കിട്ടിയ കുറേ ചിലവ് കുറഞ്ഞ കുറേ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ തൈകളെ പോലെ എടുത്ത് നടും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.